പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ സന്യാസ ജീവിതത്തിന് ആദ്യമായി അടിത്തറയിട്ട സ്ത്രീകളുടെ വിമോചനത്തിനു വേണ്ടി നിലകൊണ്ട ഒരു പുണ്യവതിയുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാത്രമല്ല 2025 നവംബർ 8 സഭയുടെ പരമോന്നത ബഹുമതികളിലൊന്നായ വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മദർ ഏലീശയുടെ ജീവിതമാണ് നാം ഇന്ന് ചിന്തിക്കുന്നതും വിചിന്തനം ചെയ്യുന്നതും. വിവാഹിത, അമ്മ, വിധവ, സ്ഥാപക ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച ഈ കേരള പുത്രിയുടെ ത്യാഗപൂർണമായ ജീവിതം പ്രത്യാശയുടെ വിജയത്തിൻ്റെയും വലിയൊരു ഗാഥയാണ്. നമുക്കറിയാം, കേരള കത്തോലിക്ക സഭയിൽ ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശുദ്ധയായ പുണ്യവതിയുടെ വലിയ ജീവിതത്തിലേക്കുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പടികളിലൊന്നായ വാഴ്ത്തപ്പെട്ടവൾ എന്ന ആ ഒരു നാമത്തിന് ആഗോള സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പ ഈ ദാസിയെ പ്രത്യേകമായും വാഴ്ത്തപ്പെട്ടവൾ എന്ന നാമത്തിൽ വിളിച്ച് പ്രത്യേകമായും വലിയ ആദരവോടുകൂടി നമ്മുടെ വണക്കത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഏലീശയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട മദർ ഏലീശയുടെ യഥാർത്ഥ പേര് ഏലീശ എന്നായിരുന്നു. 1831 ഒക്ടോബർ 15 കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലുള്ള ഓച്ചന്തുരുത്ത് എന്ന പ്രശസ്തമായ വൈപ്പശ്ശേരി കപ്പിത്താൻ കുടുംബത്തിലാണ് അവർ ജനിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഏലീശയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്നു. കുടുംബം സമ്പന്നരും സമൂഹത്തിൽ ആദരണീയരുമായ ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു വാഴ്ത്തപ്പെട്ട ഏലീശ. വിദ്യാഭ്യാസ ജീവിതത്തെക്കുറിച്ചും പിന്നീടുള്ള തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അന്നത്തെ കാലത്തെ സാമൂഹിക നിലയനുസരിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് അപൂർണമായ ഒരു സാഹചര്യത്തിൽ ഏലീശയ്ക്ക് കുടുംബം വിദ്യാഭ്യാസം അന്നത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നൽകുകയും ഈ കാലഘട്ടത്തിൽ തന്നെ പ്രാർത്ഥനയിലും സുഹൃത ജീവിതത്തിലും ജീവിക്കുവാൻ പ്രത്യേകമായ പരിശീലനം നൽകുകയും ചെയ്തു. വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് കൂടുതൽ ആഗ്രഹിച്ച ഒരു പുണ്യവതിയായിരുന്നു. ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ കന്യാമറിയത്തോടുമുള്ള ഭക്തി അവരുടെ ജീവിതത്തിൽ ശക്തമായി അവരുടെ കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളിൽ ലഭിച്ച പരിശീലനം വഴി അവർക്കുണ്ടായിരുന്നു. പിന്നീടുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലേക്ക് കടന്നു വരുമ്പോൾ 1847 16-ാമത്തെ വയസ്സിൽ കൂനമ്മാവിലെ വാഗയിൽ വറീദുമായി ഏലീശ വിവാഹം നടത്തുക. ഈ ദാമ്പത്യം ക്രിസ്തീയ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു. 1850 അവർക്ക് അന്ന എന്നൊരു മകള് ജനിച്ചു. അന്നത്തെ ഏലീശ മാതൃത്വത്തിൻ്റെ ഒരു സന്തോഷത്തിലൂടെയും അനുഭവത്തിലൂടെയും കടന്നുപോയ ഒരു ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടുള്ള ജീവിതം എന്നാൽ ദൈവവിളിയിലേക്കുള്ള ഒരു വഴിത്തിരിവ്, അതിന് വഴിയൊരുങ്ങുന്നത് ഇതിൻ്റെ സന്തോഷം അധികകാലം നിലനിൽക്കുന്നില്ല. പിന്നീട് ഭർത്താവ് വറീദ് അകാലത്തിൽ രോഗം ബാധിച്ച് മരണപ്പെട്ടു. ഈ വൈദവ്യം ഏലീശയുടെ ജീവിതത്തിൽ വലിയ വേദനയും എന്നാൽ ഒരു വലിയ വഴിത്തിരിവുമായി മാറുകയുണ്ടായി. പിന്നീടുള്ള ദൈവത്തിലേക്കുള്ള പൂർണ്ണമായ ഒരു സമർപ്പണ ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. വിവാഹബന്ധം വേർപെടുത്തി അടുത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് കുടുംബത്തിൽ ഉള്ളവരൊക്കെ നിർബന്ധിച്ചെങ്കിലും ഏലീശ മറ്റൊരു ജീവിതത്തിലേക്കാണ്, വിവാഹത്തിന് തയ്യാറായില്ല, മറ്റൊരു വിവാഹത്തിന് അവൾ തയ്യാറാകുന്നില്ല. പിന്നെ വിധവയായി ജീവിക്കാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ തൻ്റെ മകളായ അന്നയോടൊപ്പം വീടിനോട് ചേർന്നുള്ള കളപ്പുരയിലെ ഒരു ചെറിയ മുറിയിലെ ഏകാന്തമായ പ്രാർത്ഥനയ്ക്കായി സ്വയം സമർപ്പിക്കുകയാണ് ഈ വാഴ്ത്തപ്പെട്ട ഏലീശ. പിന്നീടുള്ള ജീവിതം കളപ്പുരയിലെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം 10 വർഷത്തോളം 1852 മുതൽ 1862 വരെ ഏകദേശം 10 വർഷത്തോളം കാലം ഈ കളപ്പുരയിലെ മുറിയിൽ കഠിനമായ ഉപവാസത്തോടും നിരന്തരമായ പ്രാർത്ഥനയോടും ജീവിച്ച് ഈ ഏകാന്ത ഒരു ജീവിതമാണ് അവൾ ഏറ്റവും ആഗ്രഹിച്ചതും. അവളുടെ സന്യാസ ജീവിതത്തിന് ഒരു അടിസ്ഥാനമായ ഒരു ആത്മീയ ശക്തിയായിരുന്നു ഈ ഏകാന്ത ജീവിതം. പ്രത്യേകിച്ച് ദൈവവുമായുള്ള ഒരു ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ ഒരു മുറിയിലേക്ക് മാറിയിരിക്കുക എന്നതിനപ്പുറം ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം, ഈ ലോകത്തിൽ നിന്ന് മാറി ദൈവത്തോടുള്ള ഒരു നിരന്തരമായ സംസാരവും ഏകാന്ത ജീവിതവുമാണ് അവളെ ഇഷ്ടപ്പെട്ടിരുന്നത്.
പിന്നീട് തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിച്ച എലീശ തൻ്റെ ആഗ്രഹം അന്നത്തെ വികാരിയച്ഛനായിരുന്ന ഫാദർ ലയോപോളിനോട് അത് പങ്കുവയ്ക്കുകയാണ്. അക്കാലത്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് യൂറോപ്പിലുള്ളതുപോലെയുള്ള സ്വന്തമായ ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കറിയാം, സഭയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനും അന്നത്തെ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകിയ നമ്മുടെ വിശുദ്ധനായ ചാവറ പിതാവ് ആണ് വലിയ ഒരു പിന്തുണ നൽകിയത്. അന്നത്തെ വരാപ്പുഴയിലെ മെത്രാപ്പോലിത്തയും ഫാദർ ലയോപോൾഡും ചേർന്ന് ഒരു തദ്ദേശീയ സന്യാസ സഭ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ചാവറ കുര്യാക്കോസ് അച്ഛൻ ഈ സംരംഭത്തിന് വലിയ പിന്തുണ നൽകി എന്ന് ചരിത്രത്തിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് 1866 ഫെബ്രുവരി 13 എലീശായുടെ മകളുടെ പേരിലുള്ള കൂനമ്മാവിലെ സ്ഥലത്ത് കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കന്യാസ്ത്രീ മഠം സ്ഥാപിക്കപ്പെടുകയാണ്. പരമ്പുകൊണ്ട് കെട്ടിയടയ്ക്കപ്പെട്ട ഒരു ലളിതമായ മഠമായിരുന്നു അത്. ഇത് കേരളത്തിലെ ആദ്യത്തെ കന്യാസ്ത്രീ മഠം എന്ന് അറിയപ്പെടുന്നു. ഈ സഭയിലെ സ്ഥാപകങ്ങൾ ഏലീശ, മകൾ അന്ന, സഹോദരി ത്രേസ്യ എന്നിവരായിരുന്നു. ഈ സ്ഥാപനത്തിലൂടെ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ കന്യാസ്ത്രീകളായി ഏലീശ ചരിത്രത്തിൽ ഇടം നേടി. അവൾ മദർ ഏലീശ എന്ന് അറിയപ്പെടുകയും തുടങ്ങി. പിന്നീടുള്ള വിദ്യാഭ്യാസവും വിമോചനവും നവോത്ഥാനവും ഒക്കെ അതിനൊക്കെ പങ്കുവഹിച്ച ഒരു ജീവിതമായിരുന്നു ഏലീശായുടെ. മദർ ഏലീശയുടെ ജീവിതം, ആ ജീവിത കാലഘട്ടം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് വലിയ വിലക്കുകൾ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന സ്ത്രീകൾ അവരങ്ങനെ ജീവിക്കണം എന്നൊരു സാഹചര്യത്തിലാണ് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. പിന്നീട് ഈ സാഹചര്യത്തിൽ മദർ ഏലീശയുടെ സന്യാസിനി സമൂഹം വിദ്യാഭ്യാസപരമായ നവോത്ഥാനത്തിന് തുടക്കമിടുകയാണ്. സന്യാസിനിമാർക്ക് വേണ്ടി മാത്രമല്ല, സാധാരണ പെൺകുട്ടികൾക്ക് വേണ്ടിയും അവർ സ്കൂളുകൾ സ്ഥാപിച്ചു. ഇത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഒരു വിപ്ലവകരമായ ചുവടുവെപ്പ് കൂടിയായിരുന്നു. പിന്നീട് വിദ്യാഭ്യാസത്തിനോടൊപ്പം മദർ ഏലീശ പെൺകുട്ടികൾക്ക് തയ്യൽ, അതോടൊപ്പം തന്നെ കൈവേലകളും തുടങ്ങിയ തൊഴിലധിഷ്ഠിത പരിശീലനവും നൽകി. പിന്നീട് ഇത് സ്ത്രീകൾക്ക് സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം നേടുന്നതിനും സ്വന്തമായ ഒരു വരുമാനം കണ്ടെത്തുന്നതിനും അന്തസ്സോടെ ജീവിക്കുന്നതിനും ഒരു സഹായമായി. പിന്നീടുള്ള ഉപവി പ്രവർത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ അനാഥരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള അനാഥാലയങ്ങളും മദർ ഏലീശ സ്ഥാപിക്കുകയുണ്ടായി. സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി അവർ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് കേരളത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനു വേണ്ടി നമുക്കറിയാം, ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ യുദ്ധം തന്നെ നടത്തിയാണ് കേരളത്തിലെ സ്ത്രീകളുടെ സമത്വം ഏകീകരിക്കുവാൻ വേണ്ടി അനേകരുടെ പരിശ്രമം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മദർ ഏലീശ. ഈ പ്രവർത്തികളിലൂടെ മദർ ഏലീശ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കമിടുകയും വിദ്യാഭ്യാസം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയുടെ സാമൂഹിക സമത്വം നേടാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരാളാണ്. പിന്നീട് റീത്തുകൾക്ക് അധിഷ്ഠിതമായ ഒരു വിഭജനത്തിലേക്കൊക്കെ പിന്നീട് കടന്നു വരികയാണ്. മദർ ഏലീശ സ്ഥാപിച്ച TOCD സഭ അതിവേഗം വളരുകയും കേരളത്തിൽ പലയിടത്തും ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ 1890-കളിൽ കേരളത്തിലെ ലത്തീൻ സഭയും സീറോ മലബാർ സഭയും തമ്മിൽ ആരാധനാക്രമപരമായ അടിസ്ഥാനത്തിലുള്ള ഒരു തർക്കങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ പിന്നീട് ചില പ്രശ്നങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഈ തർക്കങ്ങളുടെ ഫലമായി 1890 റോമിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഏലീശയുടെ സഭ രണ്ടായി വിഭജിക്കപ്പെടുകയുണ്ടായി. സ്ഥാപകയായിരുന്ന മദർ ഏലീശ റീത്ത് അംഗമായ ലത്തീൻ റീത്തിലുള്ള അംഗമായിരുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ തൻ്റെ മകള് അന്ന, സഹോദരി ത്രേസ്യയോടൊപ്പം താൻ സ്ഥാപിച്ച കൂനമ്മാവിലെ മഠം വിട്ടുപോരേണ്ടി വരികയുണ്ടായി. ഇങ്ങനെ ഒരു ചെറിയ വിഭജനത്തിൻ്റെ കഥയും ഒരു ചരിത്രവും പറയുന്നുണ്ട്. പിന്നീട് നിശബ്ദമായ തൻ്റെ അനുസരണം, അതിലേക്ക് പിന്നീട് കടക്കുന്നത്, ഈ പുറത്തുപോക്ക് മദർ ഏലീശയ്ക്ക് വലിയ മാനസികമായ വേദന നൽകിയെങ്കിലും സഭാധികാരികളുടെ തീരുമാനത്തെ അവർ നിശബ്ദമായാണ് അനുസരിച്ചത്. തൻ്റെ ഇഷ്ടത്തേക്കാൾ വലുത് ദൈവഹിതവും സഭാധികാരികളുടെ അനുസരണമെന്ന് അവർ വിശ്വസിക്കുകയുണ്ടായി. പിന്നീട് കൂനമ്മാവ് വിട്ട മദർ ഏലീശ വരാപ്പുഴയിലെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ച് മഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച ഒരാളായിരുന്നു. മഠത്തിലെ മേലധികാരിയായിട്ടും പിന്നീട് കന്യാസ്ത്രീകളെ പരിശീലിപ്പിക്കുന്ന ചുമതലയും തുടങ്ങിയ എല്ലാ ചുമതലകളും നിർവഹിച്ച ഒരാളായിരുന്നു മദർ ഏലീശ.
പിന്നീട് സഭയിലെ വിഭജനത്തിൻ്റെ വേദനകളെല്ലാം ക്രിസ്തുവിനായി ഏറ്റെടുത്ത മദർ വർഷങ്ങളോളം കഠിനമായി പ്രവർത്തിച്ച ശേഷം 1913 ജൂലൈ 18 വരാപ്പുഴയിൽ വെച്ച് നിത്യസമ്മാനത്തിനായി യാത്രയായി. പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം ആളുകൾ തിരിച്ചറിയുകയും തൻ്റെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക്, വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയും പിന്നീട് നമ്മൾ കാണുകയാണ്. ആ പദവിയിലാണ് വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിൽ ഇന്ന് എത്തി നിൽക്കുന്നത്. മരണശേഷം മദർ ഏലീശായുടെ കബറിടം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ്. അവരുടെ വിശുദ്ധമായ ജീവിതം ലോകത്തിന് കൂടുതൽ അറിയാനായി സഭ നടപടികൾ തുടങ്ങി. 2008 മാർച്ചിൽ വത്തിക്കാൻ അവരെ ദൈവദാസിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് ധന്യ പദവിയാണ്. വർഷങ്ങളുടെ പഠനത്തിനും സാക്ഷ്യശേഖരണത്തിനും ശേഷം മദർ ഏലീശ വീരോചിതമായ സുഹൃതങ്ങൾ പരിശീലിച്ചു എന്ന് സഭ കണ്ടെത്തി. ഇതിനെ തുടർന്ന് 2023 നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ ധന്യ പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. പിന്നീട് നമുക്കറിയാം, വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിൽ ഓരോ അത്ഭുതങ്ങളാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമുള്ള അത്ഭുതങ്ങളെ സ്ഥിരീകരിച്ച് കഴിയുമ്പോഴാണ് ഒരാൾ വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നത്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് സഭ തെളിയിക്കപ്പെടുമ്പോഴാണ് പ്രത്യേകമായി ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ പദവിയിലേക്കുള്ള മുന്നേറാനുള്ള പ്രധാന ആവശ്യം ഒരു അത്ഭുതത്തിൻ്റെ അംഗീകാരമായിരുന്നു. 2025 ഏപ്രിൽ 14 മദർ ഏലീശായുടെ മധ്യസ്ഥതയിൽ സംഭവിച്ച ഒരു അത്ഭുതത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗികമായി അംഗീകാരം നൽകി. 2005 ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മുച്ചുണ്ട് അത്ഭുതകരമായി സുഖപ്പെട്ടതായിരുന്നു ആ അത്ഭുതത്തിൻ്റെ കാരണം. പിന്നീട് വാഴ്ത്തപ്പെട്ടവളായുള്ള പ്രഖ്യാപനം. ഈ അത്ഭുതത്തിന് അംഗീകാരത്തോടുകൂടി 2025 നവംബർ 18 മദർ ഏലീശായുടെ ജീവിതത്തിലെ ചരിത്രപരമായ ഒരു നിമിഷം പിറന്നു. കൊച്ചിയിലെ വല്ലാർപാടത്തെ ബസിലിക്കയിൽ വെച്ച് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മദർ ഏലീശായെ വാഴ്ത്തപ്പെട്ടവളായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനത്തിന് മദർ ഏലീശ കേരള കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉന്നതമായ ആത്മീയ പദവികളിൽ ഒന്നിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ആഗോള കർമ്മലീത്ത കുടുംബത്തിനും വരാപ്പുഴ അതിരൂപതയ്ക്കും കേരള സഭയ്ക്കും ഇന്ത്യയ്ക്കും അഭിമാനകരമായ ഒരു നിമിഷമായി മാറുകയാണ്. വാഴ്ത്തപ്പെട്ട മദർ ഏലീശായുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായും സ്വീകരിക്കേണ്ട അനേകം കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ട്. ഒന്ന്, വാഴ്ത്തപ്പെട്ട ഏലീശ എപ്പോഴും പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി, ഒരു ആത്മീയ മാതാവായി, നമ്മുടെ കാലഘട്ടത്തിലെ ഒരു വിശുദ്ധയായും സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പ്രഖ്യാപനം നടത്തുകയും വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രത്യേകമായും പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മദർ ഏലീശായുടെ ജീവിതം. നിശബ്ദതകളിൽ കഷ്ടപ്പെടുകയും എപ്പോഴും സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന എല്ലാവരോടും സന്തോഷിക്കാനുള്ള വക നൽകുന്നതായിരുന്നു ഈ പ്രഖ്യാപനം. തൻ്റെ വേദനകളെല്ലാം ദൈവസ്നേഹത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, തീർത്ഥാടന കേന്ദ്രം മദർ ഏലീശായുടെ വരാപ്പുഴയിലെ ശവകുടീരം. എല്ലാ പശ്ചാത്തലങ്ങളിലും ജീവിക്കുന്ന ആളുകളും അവിടെ വരികയും മധ്യസ്ഥം അപേക്ഷിക്കുകയും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി അവിടെ മാറുകയും ചെയ്യുകയാണ്. ഇതവരുടെ മധ്യസ്ഥ ശക്തിയെ തെളിയിക്കുകയാണ്. വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ചടങ്ങിൻ്റെ ഭാഗമായി അവർ ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നുമൊക്കെ വലിയ ആഘോഷമായിട്ടാണ് ഈ വരാപ്പുഴയിലേക്ക് വലിയ തൻ്റെ ഈ ജീവിതത്തിലൂടെ അത് അനേകർക്ക് പകർന്നു കൊടുത്ത, അത് സ്ത്രീ സമത്വമായിക്കോട്ടെ, ജീവിതത്തിന് നൽകിയ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മേഖലയിൽ നൽകിയ വലിയ ഉന്നമനത്തിൻ്റെയൊക്കെ വലിയ സന്തോഷമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നതും അതിനൊക്കെ ഒരു വലിയ വിജയമായിട്ടാണ് ഈ വാഴ്ത്തപ്പെട്ടവൾ എന്ന പ്രഖ്യാപനത്തിൽ ആളുകളുടെ സന്തോഷത്തെ നമുക്ക് കണ്ടുകൂട്ടാൻ സാധിച്ചത്. പിന്നീട് തിരുശേഷിപ്പിൻ്റെ പ്രതിഷ്ഠയാണ്. ചടങ്ങിനിടെ കർദിനാൾ ഡോക്ടർ ഓസ്വാർഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശായുടെ ചിത്രം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് അവരുടെ തിരുശേഷിപ്പുകൾ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് മദർ ഏലീശായുടെ സാന്നിധ്യം എന്ന് സഭയിൽ ഉണ്ട് എന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട മദർ ഏലീശായുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ദൈവഹിതത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ്. വൈദവ്യം, താൻ സ്ഥാപിച്ച മഠം വിട്ടുപോരുക എന്ന വേദന തുടങ്ങിയ വലിയ പ്രതിസന്ധികളെല്ലാം ദൈവത്തിലുള്ള വിശ്വാസത്താൽ നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ പദ്ധതിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ അവർ നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നീട് വിശുദ്ധി എന്നത് ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മദർ ഏലീശായുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഭാര്യ, അമ്മ,
വിധവ, അതോടൊപ്പം തന്നെ സന്യാസിനി, പിന്നീട് സന്യാസ മഠം സ്ഥാപക എന്നീ വ്യത്യസ്തമായ റോഡുകളിൽ ജീവിച്ചപ്പോഴും വിശുദ്ധിയിൽ വളരുന്നതിന് ഈ ജീവിതം എല്ലാ സാഹചര്യങ്ങളിലും വിശുദ്ധി പാലിക്കുന്നതിലും ഇവൾ അത്രയേറെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് മദർ എലീശായുടെ പ്രവർത്തനങ്ങൾ ആത്മീയ വളർച്ചയ്ക്കും സാമൂഹിക പ്രവർത്തനവും ഒരുമിച്ച്, ആത്മീയതയും സാമൂഹികമായ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പ്രത്യേകിച്ച് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി നൽകുന്നതാണ്. വിദ്യാഭ്യാസം നൽകി സ്ത്രീകളെ ശാക്തീകരിച്ചതിലൂടെയും സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിലൂടെയും ഒരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് സ്ത്രീ ശാക്തീകരണം എന്ന് സഭയ്ക്ക് ബോധ്യം നൽകുകയും ചെയ്തതിലൂടെയൊക്കെ സമൂഹത്തിൽ ആത്മീയതയോടുകൂടി ചേർന്ന് പോകുന്നതാണ് സാമൂഹികപരമായ പ്രവർത്തനങ്ങളുമെന്ന് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു മദർ എലീശ. പിന്നീട് അതോടൊപ്പം തന്നെ താൻ സ്ഥാപിച്ച മഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു അവസരത്തിൽ തൻ്റെ വേദനകളായിരുന്നു, തൻ്റെ അനേകം വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും മദർ എലീശ സഭാധികാരികളെ അനുസരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക. റീത്തുകൾക്കപ്പുറം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഭയുടെ ഐക്യത്തിനു വേണ്ടി നിലകൊള്ളാനും അവർ നമ്മളെ പ്രത്യേകമായും പഠിപ്പിക്കുകയാണ്. ദൈവദാസിയിൽ നിന്നും ധന്യ പദവിയിലേക്കും അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ടവളായ ആ പദവിയിലേക്കും മദർ എലീശ ഉയർത്തപ്പെട്ടതിൻ്റെ കാരണം അവരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. മനുഷ്യൻ്റെ യുക്തിക്ക് അതീതമായ അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കണ്ട ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, അതുപോലെ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായ ദൈവത്തിലുള്ള ഒരു പൂർണ്ണമായ വിശ്വാസമാണ് ഈ അത്ഭുതം നടക്കാനുള്ള കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് അതോടൊപ്പം തന്നെ ലളിതമായ ജീവിതം, സമ്പന്നമായ പശ്ചാത്തലങ്ങൾ ഉണ്ടായിട്ടും കളപ്പുരയിലെ മുറിയിൽ ലളിതമായ ഒരു ജീവിതം ജീവിക്കുകയും എലീശ അതാണ് തൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തത്. ഈ ലളിത ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക എന്നുള്ളതാണ്. മറിച്ച് ദൈവത്തോടുള്ള സംതൃപ്തി അവളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയുണ്ടായി. ഒരു ഒറ്റപ്പെടൽ, ഏകാന്തതതിനപ്പുറം ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് ആ ഏകാന്ത ജീവിതത്തിലൂടെ പ്രകടമാകുന്നത്. ഇന്ന് വാഴ്ത്തപ്പെട്ട എലീശയായി സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ നിസ്സഹായതയിലൂടെയും വേദനയുടെ അവസരങ്ങളിൽ മദറിൻ്റെ ജീവിതം, വാഴ്ത്തപ്പെട്ട മദർ എലീശയുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ്. പ്രത്യാശയുടെ ഈ ദീപസ്തംഭത്തെ നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനായി കൂടുതൽ സമർപ്പിക്കാൻ, കർത്താവിന് വേണ്ടി കൂടുതൽ വേല ചെയ്യുവാൻ മദർ എലീശയുടെ ജീവിതം നമുക്ക് കൂടുതൽ മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ജീവിത മാതൃക മുന്നോട്ട് പോകുമ്പോഴും ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നതിനും നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ഈ ജീവിത മാതൃക നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കൂടുതൽ പ്രചോദനമാകട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും പരമോന്നതമായ പദവിയായ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നതിനു വേണ്ടിയും അത് അനേകർക്ക് മാതൃകയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഇനിയും സഭയിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയും നമുക്ക് പ്രത്യേകമായും പ്രാർത്ഥിക്കാം. മദർ എലീശയുടെ, വാഴ്ത്തപ്പെട്ട മദർ എലീശയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിശുദ്ധൻ്റെ ജീവിതവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.